ഹലോ, ഇന്ന് നമ്മളൊരു പെർഫെക്റ്റ് ചിക്കൻ മന്തിയാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടി ചേർക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. ബേക്കേഴ്സിൻ്റെ മന്തി മസാല ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നല്ലോണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം സൺഫ്ലവർ ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് അരച്ചെടുക്കും കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം. ശരിക്കും ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഒരു 2 hours മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലേ ഈ മസാല നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കത്തുള്ളൂ. ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് സെല്ല റൈസ് ആണ്. അപ്പം സെല്ല റൈസ് നല്ലോണം വാഷ് ചെയ്ത് ഒന്ന് കുതിർത്ത് വെക്കാം. ഇനിയൊരു നല്ല കട്ടിയുള്ളൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ചൂടായ എണ്ണയിലേക്ക് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി സെറ്റാക്കാനുണ്ട് കേട്ടോ. പിന്നെ എന്തോരം ഇൻഗ്രീഡിയൻസും എത്ര അളവിലെടുത്തിരിക്കുന്നു എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിവിടെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും സ്പൈസസ് ആണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാഗി ക്യൂബ്സ് ആണ്. ഇതും ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 4 ക്യൂബ്സ് എടുത്തിട്ട് ഞാനിവിടെ പൊടിച്ച് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഒരു 75% കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ചിക്കൻ ബിരിയാണിക്കൊക്കെ ദം ചെയ്യുന്ന കണക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു 75% ആയപ്പോൾ ഞാനിവിടെ അത് അരിയുടെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാളയും ഈ 2 ക്യാപ്സിക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ചെറിയ പീസായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുക്കായി വന്ന ചിക്കൻ്റെ മേലെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി, ഒരുപാട് കുക്കാവണം എന്നില്ല കേട്ടോ. ഇത് നല്ലോണം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് റൈസ് വിതറി കൊടുക്കാം. ഈ റൈസ് അത്യാവശ്യം ഒന്ന് തണുപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇങ്ങനെ നല്ലോണം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ മന്തിയിൽ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടെ റൈസ് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റൈസ് ഓവർ കുക്ക് ആവരുതെന്നുള്ളത്. 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചിങ്ങനെ വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ഈ ചിക്കൻ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. ചോറൊന്നും പൊടിയാതെ ശ്രദ്ധിക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മന്തിയുടെ ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിരിക്കും. ശരിക്കും ഞാൻ നോക്കിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ല എളുപ്പമാണ് കേട്ടോ ഈ മന്തി ഉണ്ടാക്കാനായിട്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യണം, എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് നന്നായിട്ട് അറിയാനായിട്ട്.
ഇതാ ഇവിടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ മയോണൈസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.